തൃശൂർ ചാലക്കുടി നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ ആര്യങ്കാലയിൽ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് പ്രചാരണം നടന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. ഇതാ വരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. സംഭവത്തിൽ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദിന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോകും. സീറ്റ് വിഭജന പ്രശ്നങ്ങൾ വന്നപ്പോൾ UDF ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു UDF മുന്നണി സംവിധാനത്തിൽ ഒരു യോഗം വിളിക്കുക പോലും ഉണ്ടായില്ല. സംഘടനാ നേതാക്കളടക്കം ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് സീറ്റാണ്, ഒരു കാരണവശാലും അത് കൊടുക്കില്ല, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മത്സരിക്കണം, ഞങ്ങളോട് മത്സരിക്കാൻ വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ നേതൃത്വം അത് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തന്നെ ആ സീറ്റ് ഉറപ്പിച്ചു തരും എന്ന് തന്നെയാണ് വിശ്വാസം. ഞങ്ങളോട് മത്സരിക്കും, അത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങൾ നൽകുന്നു. സൂരജ്, ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അടുത്ത കക്ഷി, അതേ UDFിലെ കക്ഷി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. വിചിത്രമായിരിക്കുന്നു. ഈ ജയസാധ്യതയുള്ള സീറ്റ് കണ്ടപ്പോൾ കോൺഗ്രസിനും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന് തോന്നി. അതാണ് ഈ ആര്യങ്കാലയിൽ കണ്ടത്. LDFിന്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത് ഈ ആര്യങ്കാല ഉൾപ്പെടുന്ന ഈ 10ാം വാർഡ് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ തവണ ഒരു ജയസാധ്യതയും ഇല്ലാത്ത സീറ്റ് അത് ലീഗിന് കൊടുക്കുന്നു. പക്ഷേ കോൺഗ്രസിനെയും UDFിനെയും ഞെട്ടിച്ചുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറി എന്നുള്ളത് മാത്രമല്ല, മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചതെന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ലീഗ് ഇക്കുറി അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അത് സ്വാഭാവികമായി അവർ ജയിച്ച സിറ്റിംഗ് സീറ്റാണ്. അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ പ്രചാരണം തുടങ്ങുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയത് ലിജി ജോജിയാണ്. അതിനിടയിലാണ് കോൺഗ്രസ് തൊട്ടപ്പുറത്തെ വാർഡിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ലിബി ഷാജിയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് കൂടി രംഗത്തെത്തുകയായിരുന്നു. ലീഗിനെ സംബന്ധിച്ച് ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകെ ലീഗ് മത്സരിക്കുന്ന ഒരേ ഒരു സീറ്റാണ്. അവിടെയാണ് കോൺഗ്രസ് സമാന്തരമായി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ലീഗ് വലിയ ഗൗരവത്തോടു കൂടി എടുക്കുന്നു. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ അതൃപ്തി KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൽ ഇതിൽ ഒരു അനുനയത്തിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പിന്മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ലീഗിനെ സംബന്ധിച്ച് കടുത്ത അമർഷമുണ്ട്. ഒരു തരത്തിലുള്ള മുന്നണി മര്യാദയെ പാലിച്ചില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന സ്കെയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.